അമേരിക്കൻ ഐക്യനാട് ഉൾപ്പെടെയുള്ളതായ ലോകരാജ്യങ്ങളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ പല മ്യൂസിയംസ്, പല മോണിമെന്റ്സ് നിങ്ങൾക്ക് സ്തോത്രം ഹാൾ ഓഫ് ഫെയിം ആയി കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ചില മ്യൂസിയംസിൽ, ചില ഹാളുകളിൽ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അവരുടെ നേട്ടങ്ങളെ കുറിച്ച് അവർ ധാരാളമായി പറയുന്നു. സ്പോർട്സ് ആകട്ടെ, ഓട്ടോമൊബൈൽ ആകട്ടെ, ചരിത്രങ്ങളാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ബിസിനസ്സുകാരാകട്ടെ, സ്തോത്രം ലോകത്തിൻ്റെ വിവിധ ക്രമത്തിലുള്ളതായ തോറ്റവരല്ല, മുറിവേറ്റവരല്ല, പിന്മാറിയവരല്ല, പകരം ജയിച്ചവർ, അവിടെ ജീവിതത്തിൻ്റെതായ സക്സസിൻ്റെ നെറുകെ എത്തിയവരുടെ ഹാൾ ഓഫ് ഫെയിം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എബ്രായലേഖനം 11-ാം അധ്യായം, വിച്ച് ഈസ് ദ ഹാൾ ഓഫ് ഫെയിം, അതും പ്രസിദ്ധരുടെ, നേടിയവരുടെ, ജയിച്ചവരുടെ ഒരു കൂട്ടമത്രേ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായം തോറ്റവരുടെ ഒരു നിരയല്ല കാണുന്നത്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പകുതി വഴിയിൽ വെച്ച് ആയുധം വെച്ച് കീഴടങ്ങിയവർ അല്ല, പകരം അവർ ജയിച്ചവരാണ്, അവർ നേട്ടം കണ്ടവരാണ്, അവർ വിടുതൽ അനുഭവിച്ചവരാണ്. യെസ്, അവരുടെ ജീവിതത്തിൽ അവർ ജയിച്ചതല്ല, ദൈവം അവരെ ജയിപ്പിച്ചതാണ്. അവരെ ജയിപ്പിച്ച കർത്താവ് നിന്റെ അപ്പനാണ്. അവൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നിന്റെ ഇടതും വലതും മുൻപിലും പിൻപിലും ഒരാൾ ഇരിക്കുന്നതിനേക്കാൾ അനുകൂലസ്ഥനായി, അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്റെ അപ്പനാണ്, നീ അവൻ്റെ മകനാണ്, നീ അവൻ്റെ മകളാണ്.